Hello. So first semester BA degree examination day creative and inclusive school April 2023 like question paper 1 mark questions. Give the meaning of mainstreaming. So mainstreaming എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രാക്ടീസ്. ആ പ്രാക്ടീസിൽ കൊണ്ട് എന്താ അർത്ഥമാക്കുന്നതെന്ന് വെച്ചാൽ ഇൻക്ലൂഡിങ് ചിൽഡ്രൻ വിത്ത് ഡിസേബിലിറ്റീസ് ഇൻ റെഗുലർ ക്ലാസ് റൂംസ് അലോങ് വിത്ത് നോർമൽ ചിൽഡ്രൻ പ്രൊവൈഡിങ് ദം വിത്ത് ഈക്വൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് വിത്ത് നെസസറി സപ്പോർട്ട്. അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ഒരു റെഗുലർ ക്ലാസ് റൂമിലേക്ക് മറ്റു കുട്ടികളോടൊപ്പം കൊണ്ടുവരിക, ഒരു ഈക്വൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കൊടുക്കുക വിത്ത് നെസസറി സപ്പോർട്ട്. എന്തെങ്കിലും രണ്ട് ബിഹേവിയറൽ ഫീച്ചേഴ്സ് ഓഫ് ഇൻ്റലക്ച്വലി ഇംപയർഡ് ചൈൽഡ്, ഇൻ്റലക്ച്വൽ പ്രശ്നങ്ങളുള്ള കുട്ടികളുടെ രണ്ട് ബിഹേവിയറൽ ഫീച്ചേഴ്സ് ഇതാണ്. ഒന്ന് സ്ലോ ലേണിംഗ് എബിലിറ്റി ആയിരിക്കും, അപ്പോൾ അവർക്ക് ഡിഫിക്കൽറ്റി ഉണ്ടാവും ഇൻ അണ്ടർസ്റ്റാൻഡിങ് ന്യൂ കോൺസെപ്റ്റ്സ്. രണ്ടാമത്തത് പുവർ മെമ്മറി ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ചൈൽഡ് ആരാണ്? സോ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഷോസ് അബ്നോർമൽ ഇമോഷണൽ ബിഹേവിയർ, അബ്നോർമൽ ആയിട്ടുള്ള ഇമോഷണൽ ബിഹേവിയർ കാണിക്കും. എക്സാമ്പിളാണ് എക്സസീവ് ഫിയർ, ആങ്സൈറ്റി, അഗ്രഷൻ, മൂഡ് സ്വിങ്സ്. അത് അവരുടെ ലേണിങ്ങിനെയും സോഷ്യൽ ഇൻട്രാക്ഷനെയും ബാധിക്കുന്നു. ഡിസേബിലിറ്റി ഡിഫൈൻ ചെയ്യാം. ഡിസേബിലിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഇൻ വിച്ച് എ പേഴ്സൺ ഹാസ് ഫിസിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ ഇമ്പയർമെൻറ്റ് that limits their ability to perform normal daily activities. നോർമൽ ഡെയിലി ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നത് അതിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഫിസിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ എംപവർമെൻറ്റിനാണ് ഡിസേബിലിറ്റി എന്നുള്ളത് കൊണ്ട് പറയുന്നത്. അടുത്താണ് IEDSS എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് അറ്റ് സെക്കൻഡറി സ്റ്റേജ് എന്നുള്ളതാണ്. ലിസ്റ്റ് ദ വേരിയസ് ടൈപ്സ് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ സ്കൂൾസ്. കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി, സോഷ്യോ എക്കണോമിക് ഡൈവേഴ്സിറ്റി, ജെൻഡർ ഡൈവേഴ്സിറ്റി, എബിലിറ്റി ഓർ ഡിസേബിലിറ്റി ഡൈവേഴ്സിറ്റി. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡൈവേഴ്സിറ്റി. പാർട്ട് ബി 2 ക്വസ്റ്റ്യൻ, ജുവനൈൽ ഡെലിൻക്വൻസി. സോ ജുവനൈൽ ഡെലിൻക്വൻസി എന്ന് പറഞ്ഞാൽ ക്രിമിനൽ അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ ആണ് ബൈ ചിൽഡ്രൻ ഓർ അഡോളസൻസ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ കോസസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മെയിൻ കോസസ് വരുന്ന ഫാമിലി പ്രോബ്ലംസ് ആണ്, ലൈക്ക് ലാക്ക് ഓഫ് പാരൻ്റൽ കെയർ, ബ്രോക്കൺ ഹോംസ് ആൻഡ് പുവർ സൂപ്പർവിഷൻ. പിയർ പ്രഷറും, സെയിം ഏജ് ഗ്രൂപ്പുള്ള ആളുകളുടെ പ്രഷറും ഒരു മേജർ റോള് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ ചിൽഡ്രൻ ഈ ബാഡ് കമ്പനിയാലും ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കാം. പവേർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റും കുട്ടികളെ ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസിലേക്ക് നയിക്കാം. മറ്റൊന്നാണ് ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, സബ്സ്റ്റൻസ് അബ്യൂസ് ഓർ ഡ്രഗ് അബ്യൂസ്, മീഡിയ ഇൻഫ്ലുവൻസ്, ഇമോഷണൽ ഓർ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ലൈക്ക് ഫ്രസ്ട്രേഷൻ ഓർ അഗ്രഷൻ. പിന്നെ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഇൻക്ലൂസീവ് ലേണിംഗ് ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റ്. ഇപ്പോൾ ഇൻക്ലൂസീവ് ലേണിംഗ് ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സ്റ്റുഡൻസും ഇൻക്ലൂഡിങ് ദ ones with the disabilities, they must feel safe, respected and supported. Equal opportunities പ്രൊമോട്ട് ചെയ്യണം for learning and participation. ഈ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ബാരിയർ ഫ്രീ ആയിരിക്കണം, യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവരുത്. അതുപോലെ തന്നെ ഫിസിക്കലി അസസബിൾ ആയിരിക്കണം, ഫിസിക്കലി അവർക്ക് ചെന്നെത്താൻ പറ്റണം. അതുപോലെ തന്നെ പോസിറ്റീവ് ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്സ് വേണം. ഫ്ലെക്സിബിൾ ടീച്ചിങ് മെത്തേഡ്സ് ആയിരിക്കണം. ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ റെസ്പെക്റ്റ് ചെയ്യണം. കോപ്പറേഷൻ, അക്സെപ്റ്റൻസ്, പാർട്ടിസിപ്പേഷൻ അമംഗ് ദ സ്റ്റുഡൻസിനെ ഒക്കെ പ്രൊമോട്ട് ചെയ്യണം. ലിസ്റ്റ് സം ക്ലാസ് റൂം പ്രാക്ടീസസ് ഇൻ ഇൻക്ലൂസീവ് സ്കൂൾ. സോ ഇൻക്ലൂസീവ് സ്കൂളിലുള്ള കുറച്ച് ക്ലാസ് റൂം പ്രാക്ടീസസ്. സിമ്പിൾ ആൻഡ് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കണം ടു സ്റ്റുഡൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. യൂസ് ഓഫ് ടീച്ചിങ് എയ്ഡ്സ് ആൻഡ് വിഷ്വൽ മെറ്റീരിയൽസ്. എൻകറേജിങ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആൻഡ് പിയർ ലേണിംഗ്. Adapting teaching methods based on student needs, giving extra time for tasks and assessments. Differentiate integrated and inclusive education. So integrated educationന്റെ പ്രത്യേകതകൾ നോക്കാം. Integrated education focuses on placing children with disabilities in regular schools. അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ റെഗുലർ സ്കൂൾസിലാണ് പ്ലേസ് ചെയ്യുന്നതാണ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഇൻക്ലൂസീവ് എങ്ങനെയാണ്? പ്ലേസിങ് ഓൾ ദ ചിൽഡ്രൻ ഇൻ ദ സെയിം ക്ലാസ് റൂമിൽ പ്ലേസ് ചെയ്യാം. ഇൻ്റഗ്രേറ്റഡിൽ ചൈൽഡ് മസ്റ്റ് അഡ്ജസ്റ്റ് ടു ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം, ഇപ്പോഴുള്ള സിസ്റ്റമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഇൻക്ലൂസീവിൽ സിസ്റ്റത്തിനെ നമ്മൾ മോഡിഫൈ ചെയ്യുന്നുണ്ട് കുട്ടിയുടെ ആവശ്യം അനുസരിച്ച്. ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനിൽ ലിമിറ്റഡ് സപ്പോർട്ട് സർവീസസ് ആണ്. ഇൻക്ലൂസീവിൽ എല്ലാ ഫുൾ സപ്പോർട്ട് കൊടുക്കും, അൺനെസസറി റിസോഴ്സസ്. സെപ്പറേഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യാം ഇൻ്റഗ്രേറ്റഡിൽ. ഇൻക്ലൂസീവിൽ ദർ ഇസ് നോ ഡിസ്ക്രിമിനേഷൻ, ഈക്വൽ പാർട്ടിസിപ്പേഷൻ ആണ്. ഇൻ്റഗ്രേറ്റഡിൽ എംഫസിസ് ഓൺ ഫിസിക്കൽ പ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഇൻക്ലൂസീവിൽ പാർട്ടിസിപ്പേഷനും അക്സെപ്റ്റൻസിലും ആണ് ഫോക്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് മെൻ ബൈ ഡൈവേഴ്സിറ്റി ഇൻ ക്ലാസ് റൂം? ക്ലാസ് റൂമിലെ ഡൈവേഴ്സിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് പ്രസൻസ് ഓഫ് സ്റ്റുഡൻസ് ആണ്. അവിടെ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടാവും, എബിലിറ്റീസ് ഉണ്ടാവും, കൾച്ചേഴ്സ് ഉണ്ടാവും, ലാംഗ്വേജസ്, ജെൻഡേഴ്സ് ആൻഡ് ലേണിംഗ് സ്റ്റൈൽസ് ഒക്കെ ഉണ്ടാവും. എല്ലാവരും സെയിം ലേണിംഗ് എൻവയോൺമെൻറ്റിലായിരിക്കും പഠിക്കുന്നുണ്ടാവുക. എല്ലാ സ്റ്റുഡൻറ്റും യുണീക്കാണ്. അവരുടെ എല്ലാം എക്സ്പീരിയൻസസും പേഴ്സ്പെക്റ്റീവ്സും സ്ട്രെങ്സും ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ക്ലാസ് റൂം ഡൈവേഴ്സിറ്റി പല ടൈപ്പ് ഉണ്ട്.
cultural diversity, linguistic, socio-economic differences, ability differences, which means including children with disabilities. ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതിനൊരു സ്ട്രെങ്ത് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് rather than a challenge. അതുകൊണ്ട് തന്നെ ലേണിംഗ് എക്സ്പീരിയൻസിനെ അത് എൻറിച്ച് ചെയ്യുന്നുണ്ട്, മ്യൂച്വൽ റെസ്പെക്റ്റും അണ്ടർസ്റ്റാൻഡിങ്ങും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കോട്ട് പറയുന്ന പോലെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് diversity is the one true thing we all have in common. Celebrate it every day. നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡൈവേഴ്സിറ്റി, അത് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്ലാസ് റൂം ഡൈവേഴ്സിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റും നമുക്ക് ഫോസ്റ്റർ ചെയ്യാനായിട്ട് പറ്റണം. ഇപ്പോൾ ഡൈവേഴ്സ് ക്ലാസ് റൂമാണ് കുട്ടികളിൽ ടോളറൻസ്, എമ്പതി, സോഷ്യൽ സ്കിൽസ് ഒക്കെ വളർത്തുക. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നുള്ള പിയർ ഗ്രൂപ്പുമായിട്ട് അവർക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി ഒക്കെ അത് എൻകറേജ് ചെയ്യും. കാരണം സ്റ്റുഡൻസിന് മൾട്ടിപ്പിൾ വ്യൂ പോയിൻറ്റ്സ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ടീച്ചേഴ്സിനും ഒരു കീ റോൾ ഉണ്ട്. കാരണം ഈ ഡൈവേഴ്സിറ്റിയെ മാനേജ് ചെയ്യുക, ഫ്ലെക്സിബിൾ ടീച്ചിങ് സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യുക, such as differentiated instruction, group learning and the use of varied or variety of teaching methods. അപ്പോൾ റിസർച്ച് പറയുന്നത് ഡൈവേഴ്സ് ക്ലാസ് റൂംസിലുള്ള സ്റ്റുഡൻസ് ആണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് ഇൻ പ്രോബ്ലം സോൾവിങ്. അതുപോലെ തന്നെ ദേ ഓൾസോ ഡെമോൺസ്ട്രേറ്റ് ഹയർ ലെവൽസ് ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഹവർ മാനേജിങ് ഡൈവേഴ്സിറ്റിക്ക് കുറേ ചലഞ്ചസ് ഉണ്ട്. കാരണം ലാംഗ്വേജ് ബാരിയേഴ്സ് വരാം, ലേണിംഗ് ഡിഫറൻസസ് വരാം, ബിഹേവിയറൽ ഇഷ്യൂസ് വരാം. അപ്പോൾ ഇതിനൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി സ്കൂൾസിൽ സപ്പോർട്ടീവ് ആൻഡ് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് കൊടുക്കണം. ഇവിടെ എല്ലാ കുട്ടികളും വാല്യൂഡ് ആയിരിക്കണം, റെസ്പെക്റ്റഡ് ആയിരിക്കണം. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ് സെൻറ്റേർഡ് ടീച്ചിങ് മെത്തേഡ്സ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, എനി ഫോം ഓഫ് ഡിസ്ക്രിമിനേഷൻ അവോയ്ഡ് ചെയ്യുക. ടീച്ചേഴ്സ് പാർട്ടിസിപ്പേഷൻ എല്ലാ കുട്ടികളിൽ നിന്നും എൻകറേജ് ചെയ്യണം. അവിടെ ഇൻഡിവിജ്വൽ നീഡ്സ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുക. ക്ലാസ് റൂം ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് മോഡേൺ എഡ്യൂക്കേഷൻ്റെ ഒരു എസെൻഷ്യൽ കോമ്പണൻ്റ് ആണ്. അത് ഇക്വാലിറ്റി, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഓവർ ഡെവലപ്മെൻറ്റ് ഓഫ് ദി സ്റ്റുഡൻസിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഗിവൻ അക്കൗണ്ട് ഓഫ് ദി കോമൺ ഫിസിക്കൽ എംപവർമെൻറ്റ് എമംഗ് ചിൽഡ്രൻ. കുട്ടികളിലുള്ള ഫിസിക്കൽ എംപവർമെൻറ്റിനെ കോമൺ ആയിട്ട് പറയാം. അപ്പോൾ ഫിസിക്കൽ എംപവർമെൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഇതൊരു കണ്ടീഷനാണ്. അത് കുട്ടിയുടെ മൂവ്മെൻറ്റിനെ, മൊബിലിറ്റിയെ, ഫിസിക്കൽ ഫങ്ഷനിങ്ങിനെ ഒക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ കോമൺ ഫിസിക്കൽ ഇമ്പയർമെൻറ്റിൽ വരുന്നതാണ് സെറിബ്രൽ പാൾസി, മസ്കുലാർ ഡിസ്ട്രോഫി, പോളിയോ, സ്പൈനൽ കോഡ് ഇഞ്ചുറീസ് ആൻഡ് ഓർത്തോപീഡിക് ഇമ്പയർമെൻറ്റ്. ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് ജനിക്കുമ്പം മുതലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ്, ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അതർ മെഡിക്കൽ ഇഷ്യൂസ് കൊണ്ടൊക്കെ വരാം. അപ്പോൾ ചിൽഡ്രൻ ഈ ഫിസിക്കൽ എംപയർമെൻറ്റ് ഉള്ള കുട്ടികൾക്ക് വാക്കിംഗ്, സ്റ്റാൻഡിങ്, റൈറ്റിംഗ്, പെർഫോമിംഗ് ഡെയിലി ആക്ടിവിറ്റീസിലൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം. ഗ്ലോബൽ എസ്റ്റിമേറ്റ് അനുസരിച്ച് ഒരു സിഗ്നിഫിക്കൻറ്റ് പെർസെൻറ്റേജ് ഓഫ് ചിൽഡ്രൻ തന്നെ പല ഫോം ഓഫ് ഫിസിക്കൽ ഡിസേബിലിറ്റി ബാധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അവയർനെസ്സും സപ്പോർട്ടും എത്രത്തോളം വേണമെന്നുള്ളത് ഇതിൽ തന്നെ മനസ്സിലാക്കാം. ഇപ്പോൾ ഫിസിക്കൽ എംപയർമെൻറ്റിന് പല കാരണങ്ങളുണ്ട്. ജനറ്റിക് ഫാക്ടേഴ്സ് ആയിരിക്കാം, ബർത്ത് ഇഞ്ചുറീസ്, മാൽന്യൂട്രീഷൻ, ഇൻഫെക്ഷൻസ് ആൻഡ് ആക്സിഡൻറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെറിബ്രൽ പാൾസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രെയിൻ ഡാമേജ് ഡ്യൂറിങ് ബർത്ത് കൊണ്ടാണ് ഇത് വരുന്നത്. പോളിയോ പോലുള്ള കണ്ടീഷൻ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ എംപയർമെൻറ്റ് എന്ന് പറയുന്നത് കുട്ടിയുടെ ഫിസിക്കൽ എബിലിറ്റിയെ മാത്രമല്ല, അവരുടെ കോൺഫിഡൻസ്, സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് അക്കാദമിക് പെർഫോമൻസിനൊക്കെ ബാധിക്കാം. അപ്പോൾ ഈ കുട്ടികളുടെ ഈ ഇത്തരത്തിലുള്ള ഫിസിക്കൽ എംപയർമെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഈ ഫിസിക്കൽ എംപയർമെൻറ്റ് ഉണ്ടെങ്കിലും അവരുടെ ഇൻ്റലക്ച്വൽ പൊട്ടൻഷ്യൽ മറ്റുള്ളവരോടൊപ്പമായിരിക്കാം. അപ്പോൾ അവർക്ക് ചിലപ്പോൾ സ്പെഷ്യൽ അസിസ്റ്റൻസും അഡാപ്റ്റീവ് ഡിവൈസസ് സച്ച് ആസ് വീൽ ചെയർ, ക്രച്ചസ് ഓർ ബ്രേസസ് ഒക്കെ വേണ്ടിവരും. പ്രോപ്പർ മാനേജ്മെൻറ്റ് ആൻഡ് സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ബാരിയർ ഫ്രീ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള ഒരു സ്കൂൾ കൊടുക്കണം. ലൈക്ക് റാംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം, അക്സസിബിൾ ക്ലാസ് റൂം കൊടുക്കാം. കാരണം അവർക്ക് ഒരു ഈസി മൂവ്മെൻറ്റ് ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കാൻ. അപ്പോൾ ടീച്ചേഴ്സ് ഇൻക്ലൂസീവ് ടീച്ചിങ് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യണം, നെസസറി അക്കോമഡേഷൻസ് കൊടുക്കണം, എക്സ്ട്രാ ടൈം ആൻഡ് മോഡിഫൈഡ് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കണം. ഫിസിയോതെറാപ്പി, ഒക്യുപ്പേഷണൽ തെറാപ്പി ആൻഡ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനും ഒരു ക്രൂഷ്യൽ റോള് പ്ലേ ചെയ്യാനായിട്ട് പറ്റും ഇൻ ഇംപ്രൂവിങ് മൊബിലിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. സോ പറയുന്ന പോലെ ഡിസേബിലിറ്റി ഈസ് നോട്ട് ഇനേബിലിറ്റി, ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് എബിലിറ്റി. അതൊരു ഡിഫറെൻറ്റ് എബിലിറ്റി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ റൈറ്റ് സപ്പോർട്ടും എൻകറേജ്മെൻറ്റും കൊടുക്കുകയാണെങ്കിൽ ഈ ഫിസിക്കൽ എംപയർമെൻ്റ് ഉള്ള കുട്ടികൾക്ക് സക്സസ്ഫുൾ ആൻഡ് ഫുൾഫില്ലിംഗ് ലൈഫ്സ് ജീവിക്കാനായിട്ട് പറ്റും. അടുത്തതാണ് സക്സസ്ഫുൾ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്. സോ സക്സസ്ഫുൾ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻറ്റഗ്രേഷൻ ഓഫ് ഓൾ സ്റ്റുഡൻസ്, അതിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളും ഉണ്ട്, ഒരു റെഗുലർ ക്ലാസ് റൂം എൻവയോൺമെൻറ്റിലേക്ക് കൊണ്ടുവരിക. അവരവിടെ ആക്റ്റീവ്ലി എൻഗേജ്ഡ് ആണ്, ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്, ഞങ്ങൾക്കും ഇവിടെ ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത് ഫീൽ ആവുക. അപ്പോൾ ജസ്റ്റ് ആ ഫിസിക്കൽ പ്ലേസ്മെൻറ്റിന് അപ്പുറത്തേക്ക് എന്തുറപ്പാക്കണം, എല്ലാ കുട്ടിക്കും ഈക്വൽ ആക്സസ് ഉണ്ട് ടു എഡ്യൂക്കേഷൻ, പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി. സോ സക്സസ്ഫുൾ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലിറ്റി. ഇവിടെ എല്ലാ ഡിഫറൻസും റെസ്പെക്റ്റഡ് ആണ്, സപ്പോർട്ടഡ് ആണ്, എല്ലാ കുട്ടികളും ഒരുമിച്ച് പഠിക്കുന്നുണ്ട്, ദേ ഗ്രോ ടുഗെദർ ആൻഡ് സപ്പോർട്ട് ഈച്ച് അതർ. അപ്പോൾ ഫേമസ് കോട്ട് പറയുന്ന പോലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ പ്രിവിലേജ്, അതൊരു പ്രിവിലേജ് അല്ല, അതൊരു റൈറ്റ് ആണ്, ഒരു അവകാശമാണ്.
ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ചാണ്. ഇവിടെ ടീച്ചിങ് മെത്തേഡ്സ് എല്ലാം പല ആവശ്യങ്ങളും പല നീഡ്സും ഉള്ള കുട്ടികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഫ്ലെക്സിബിൾ കരിക്കുലം, ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഇൻഡിവിജ്വലൈസ്ഡ് സപ്പോർട്ടൊക്കെ കൊടുക്കാം. ഇതിൻ്റെ മറ്റൊരു കീ ഫീച്ചറാണ് സപ്പോർട്ടീവ് എൻവയൺമെൻറ്റ്. ഇവിടെ ടീച്ചേഴ്സ്, പാരൻസ്, പിയേഴ്സ് ഇവരെല്ലാം ഒരു ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സ്കൂൾസ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് കൊടുക്കണം. ടീച്ചിങ് എയ്ഡ്സ്, അസിസ്റ്റീവ് ഡിവൈസേഴ്സ് ആൻഡ് ട്രെയിൻഡ് സ്റ്റാഫ്. പോസിറ്റീവ് ടീച്ചർ ആറ്റിറ്റ്യൂഡും പ്രോപ്പർ ട്രെയിനിങ്ങും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എസെൻഷ്യലാണ്. പിന്നെ സക്സസ്ഫുൾ ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ പിയർ ഇൻട്രാക്ഷൻ, കോപ്പറേറ്റീവ് ലേണിംഗ് ആൻഡ് മ്യൂച്വൽ റെസ്പെക്ട് എമംഗ് സ്റ്റുഡൻസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻക്ലൂഷൻ ട്രൂലി സക്സസ്ഫുൾ ആവണമെങ്കിൽ ദർ ഷുഡ് ബി എ സ്ട്രോങ് കൊളാബറേഷൻ ബിറ്റ്വീൻ ടീച്ചേഴ്സ്, പാരൻസ് ആൻഡ് ദ കമ്മ്യൂണിറ്റി. റെഗുലർ അസസ്മെൻറ്റും ഫീഡ്ബാക്കും കുട്ടികളുടെ ആവശ്യങ്ങളും നെസസറി ഇമ്പ്രൂവ്മെൻറ്റ്സും ഒക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതാക്കും. പിന്നെ സ്കൂൾസിന് ഒരു ബാരിയർ ഫ്രീ എൻവയോൺമെൻറ്റ് കൊടുക്കാം. പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം ടു സപ്പോർട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇമോഷണൽ സപ്പോർട്ട്, എൻകറേജ്മെൻ്റ് ഒക്കെ കൊടുക്കാം ഇവർക്ക് കുട്ടികളുടെ കോൺഫിഡൻസും പാർട്ടിസിപ്പേഷനും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട്. കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ സക്സസ്ഫുൾ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. എല്ലാ കുട്ടികൾക്കും ഫീൽ ചെയ്യണം ഒരു വാല്യൂഡ് ആണ്, റെസ്പെക്റ്റഡ് ആൻഡ് എംപവേർഡ് ആണ് ടു അച്ചീവ് ദർ ഫുൾ പൊട്ടൻഷ്യൽ. ഇനി എഡ്യൂക്കേഷണൽ പ്രൊവിഷൻസ് ഫോർ വിഷ്വലി ഇമ്പയർഡ് ചിൽഡ്രൻ. സോ വിഷ്വലി ഇമ്പയർഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർഷ്യൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ലോസ് ഓഫ് വിഷൻ ആണ്. പൂർണ്ണമായോ ഭാഗികമായോ കാഴ്ചയില്ല. അത് അവരുടെ എബിലിറ്റിയെ ബാധിക്കുന്നുണ്ട് ടു അസസ് ലേണിംഗ് ത്രൂ നോർമൽ വിഷ്വൽ മെത്തേഡ്. അപ്പോൾ അവരുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഉറപ്പാക്കാൻ വേണ്ടി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രൊവിഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ടു മേക്ക് ദം ലേൺ എഫക്റ്റീവ്ലി, ഇൻഡിപെൻഡൻ്റ് ആവുക, ടു പ്രാക്ടീസ് ഈക്വലി ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഈക്വലി ഇൻ സ്കൂൾ ആക്ടിവിറ്റീസ്. അപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് എന്ന് പറയുന്നത് ബ്രെയിലി സിസ്റ്റം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ കുട്ടിക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റും യൂസിങ് ടച്ച്. പിന്നെ ഓഡിയോ ബേസ്ഡ് ലേണിംഗ് മെറ്റീരിയൽസ് കൊടുക്കുക, സച്ച് ആസ് ടോക്കിംഗ് ബുക്സ്, സ്ക്രീൻ റീഡേഴ്സ്, റെക്കോർഡഡ് ലെക്ചേഴ്സ്. ഇതൊക്കെ കുട്ടികൾക്ക് ഇൻഫർമേഷൻ കിട്ടാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഒരു കുട്ടിക്ക് ലോ വിഷൻ ആണെങ്കിൽ ലാർജ് പ്രിന്റ് ബുക്സ് കൊടുക്കാം. മാഗ്നിഫയേഴ്സ്, ഹൈ കോൺട്രാസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ ടൂൾസൊക്കെ ഇത്തരത്തിലുള്ളൊരു കുട്ടിക്ക് അവരുടെ എഡ്യൂക്കേഷൻ വിത്തൗട്ട് എനി തടസ്സം ഓർ ബാരിയർ ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റും. അനദർ കീ പ്രൊവിഷൻ എന്ന് പറയുന്നത് ട്രെയിൻഡ് ആയിട്ടുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്. അവർക്ക് എന്താണ് ഇവർക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ. ഈ ടീച്ചേഴ്സിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം, വെർബൽ എക്സ്പ്ലനേഷൻ യൂസ് ചെയ്യാം, ടാക്ടൈൽ മെത്തേഡ്സ് ആൻഡ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഒക്കെ കൊടുക്കാം. അപ്പോൾ സ്കൂൾസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ബാരിയർ ഫ്രീ ആയിരിക്കണം, സേഫ് എൻവയോൺമെൻറ്റ് ആയിരിക്കണം, പ്രോപ്പർ ക്ലാസ് റൂം ലേ ഔട്ട് വേണം, നോൺ സ്ലിപ്പറി ആയിട്ടുള്ള ഫ്ലോർസ് ആയിരിക്കണം, ഹാൻഡ് റെയിൽസ് വേണം, ഗുഡ് ലൈറ്റിംഗ് വേണം ഫോർ ലോ വിഷൻ സ്റ്റുഡൻസ്. അതുപോലെ തന്നെ അസിസ്റ്റീവ് ഡിവൈസസ് വേണം, സച്ച് ആസ് ബ്രെയിലി ടൈപ്പ് റൈറ്റേഴ്സ്, റിഫ്രഷബിൾ ബ്രെയിലി ഡിസ്പ്ലേസ്, മൊബിലിറ്റി ഗെയിംസ് ആൻഡ് ഓഡിയോ ഡിവൈസസ്. ഇതൊക്കെ ഇവരുടെ ലേണിംഗ് ആൻഡ് മൊബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഓറിയൻറ്റേഷനും മൊബിലിറ്റി ട്രെയിനിങ്ങും ഈ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം ടു മൂവ് ഇൻഡിപെൻഡൻ്റ്ലി വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ സ്കൂൾ. സോ ഇൻക്ലൂസീവ് സ്കൂൾസ് എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേഷൻ ഇൻ കോ കരിക്കുലർ ആക്ടിവിറ്റീസും എൻകറേജ് ചെയ്യണം, കോൺഫിഡൻസ്, സോഷ്യൽ സ്കിൽസ് ആൻഡ് സെൽഫ് എസ്റ്റീം ഒക്കെ ബൂസ്റ്റ് ചെയ്യണം. പിന്നെ ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷണൽ പ്ലാൻസ്, IEP. ഇത് വേണമെങ്കിൽ 2 മാർക്സിനോ 1 മാർക്കിനോ ചോദിക്കാം. വാട്ട് ഈസ് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷണൽ പ്ലാൻ? We have to develop that to meet the specific needs of each child. ഈ പ്ലാൻ കസ്റ്റമൈസ്ഡ് ടീച്ചിങ് മെത്തേഡ്സ് കൊടുക്കും, ലേണിംഗ് ഗോൾസ് ആൻഡ് അസസ്മെൻറ്റ് സ്ട്രാറ്റജീസ് കൊടുക്കും, റെഗുലർ ഇവാലുവേഷൻ ആൻഡ് ഫീഡ്ബാക്ക്, help to track the progress of students and provide necessary support. Parents, teachers and special educators, they must work together to provide a supportive learning environment. Governments of educational institutions എന്തൊക്കെ കൊടുക്കാം? scholarships, free learning resources and assistive technology. ഇവർ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജി to promote inclusive education. So proper educational provisions കൊടുക്കുകയാണെങ്കിൽ വിഷ്വലി എംപയർഡ് ചിൽഡ്രനും അവരുടെ ചലഞ്ചസ് ഓവർകം ചെയ്യാം. They can achieve academic success and lead an independent and dignified life. ഇനി യൂണിവേഴ്സൽ ഡിസൈൻ പ്രോസസ് ഫോർ എൻഹാൻസിങ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഇതേക്കുറിച്ച് നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. UDL, യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ്. UDL എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ ഫ്രെയിംവർക്ക് ആണ്. ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് ലേണിങ്ങിനെ അസസബിൾ ആക്കുക ആൻഡ് എഫക്റ്റീവ് ആക്കുക ഫോർ ഓൾ സ്റ്റുഡൻസ്, ഇൻക്ലൂഡിങ് ദ പീപ്പിൾ വിത്ത് ഡിസേബിലിറ്റീസ്. സോ ഇത് ഫോക്കസ് ചെയ്യുന്നത് കരിക്കുലം ഡിസൈനിങ്, ടീച്ചിങ് മെത്തേഡ്സ്, ലേണിംഗ് എൻവയോൺമെൻറ്റ്സ്. അത് ഫ്ലെക്സിബിൾ ആണ്, അഡാപ്റ്റബിൾ ആണ്, ഇൻക്ലൂസീവ് ആണ് ഫ്രം ദ ബിഗിനിങ്. അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ലേറ്റർ, പിന്നീട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യുക എന്നുള്ളതിന് പകരം UDL റിമൂവ്സ് ബാരിയേഴ്സ് അറ്റ് ദ പ്ലാനിങ് സ്റ്റേജ്. പ്ലാനിങ് സ്റ്റേജിൽ തന്നെ എല്ലാ ബാരിയേഴ്സിനെയും റിമൂവ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ ഷുഡ് ബി ഡിസൈൻ ടു ഫിറ്റ് ദ ലേണർ, നോട്ട് ദ ലേണർ ടു ഫിറ്റ് ദ സിസ്റ്റം. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഷുഡ് ബി ഡിസൈൻ ടു ഫിറ്റ് ദ ലേണർ, നോട്ട് ദ ലേണർ ടു ഫിറ്റ് ദ സിസ്റ്റം. അതായത് സിസ്റ്റം എന്ന് പറയുന്നത് ലേണറിന് അനുസൃതമായിട്ടുള്ളതായിരിക്കണം, അല്ലാതെ സിസ്റ്റത്തിനനുസരിച്ചിട്ടല്ല ലേണറിനെ മാറ്റേണ്ടത് എന്നുള്ളതാണ്.
അപ്പോൾ എല്ലാ സ്റ്റുഡൻറ്റിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ടു ലേൺ ആൻഡ് സക്സീഡ് എന്നുള്ളതാണ്. ഈ യൂണിവേഴ്സൽ ഡിസൈൻ പ്രോസസ്സിന് 3 മെയിൻ പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് മൾട്ടിപ്പിൾ മീൻസ് ഓഫ് റെപ്രസെൻറ്റേഷൻ, മൾട്ടിപ്പിൾ മീൻസ് ഓഫ് എക്സ്പ്രഷൻ ആൻഡ് മൾട്ടിപ്പിൾ മീൻസ് ഓഫ് എൻഗേജ്മെൻറ്റ്. റെപ്രസെൻറ്റേഷൻ, എക്സ്പ്രഷൻ ആൻഡ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ മൾട്ടിപ്പിൾ മീൻസ് ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റിംഗ് ഇൻഫർമേഷൻ ഇൻ ഡിഫറെൻറ്റ് വേസ്. വിഷ്വൽ എയ്ഡ്സ് ആവാം, ഓഡിയോ എക്സ്പ്ലനേഷൻസ് ആവാം, ചാർട്ട്സ് ആൻഡ് മോഡൽസ് ആവാം. ഇനി എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക ദെയർ അണ്ടർസ്റ്റാൻഡിംഗ് ഇൻ വേരിയസ് ഫോംസ് സച്ച് ആസ് റൈറ്റിംഗ്, സ്പീക്കിംഗ്, ഡ്രോയിങ് or practical activities. Engagement ഫോക്കസ് ചെയ്യുന്നത് മോട്ടിവേറ്റിംഗ് സ്റ്റുഡൻസ് ത്രൂ ഇൻട്രാക്റ്റീവ് ലേണിംഗ്, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആൻഡ് ടെക്നോളജി ബേസ്ഡ് ടൂൾസ്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് ആണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് ടു അഡ്രസ് ദ ഡൈവേഴ്സ് ലേണിംഗ് നീഡ്സ് ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ടു മേക്ക് ദ ക്ലാസ് റൂം മോർ ഇൻക്ലൂസീവ്. സോ ഈ UDL ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈക്വൽ പാർട്ടിസിപ്പേഷൻ, ആക്റ്റീവ് ലേണിംഗ്, സ്റ്റുഡൻറ് സെൻറ്റർ ടീച്ചിങ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ടീച്ചേഴ്സ് ഒരു ക്രൂഷ്യൽ റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. ലെസൺ പ്ലാനിങ് ഒക്കെ ഫ്ലെക്സിബിൾ ആണ്, ഇൻക്ലൂസീവ് ആണ്. ഒരു കുട്ടിയും അവിടെ പുറന്തള്ളി പോകരുത്. പിന്നെ യൂസ് ഓഫ് ഡിജിറ്റൽ ടെക്നോളജി സച്ച് ആസ് എഡ്യൂക്കേഷൻ ആപ്സ്, വീഡിയോസ്, അസിസ്റ്റീവ് ടൂൾസ് ഒക്കെ ലേണിങ്ങിനെ കൂടുതലായിട്ട് എൻഹാൻസ് ചെയ്യും. UDL കുട്ടികളെ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട് വിത്തൗട്ട് ഡിസബിലിറ്റീസ് ബൈ കാറ്ററിംഗ് ടു ഡിഫറെൻറ്റ് ലേണിംഗ് സ്റ്റൈൽസ് ആൻഡ് ഇംപ്രൂവ് ഓവറോൾ ക്ലാസ് റൂം എൻഗേജ്മെൻറ്റ്. സോ UDL എന്ന് പറയുന്ന ഒരു പവർഫുൾ അപ്രോച്ചാണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്, ലേണിംഗ് ഔട്ട്കംസിനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അസസ്മെൻറ്റ് പ്രാക്ടീസസ് ഇൻ ആൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം, അതിനെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അസസ്മെൻറ്റ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്? ലേണിംഗ് പ്രോഗ്രസ് ഓഫ് എവറിബഡി അത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊരു ഫെയർ, ഫ്ലെക്സിബിൾ ആൻഡ് സപ്പോർട്ടീവ് മാനറിൽ ചെയ്യാം. അപ്പോൾ ട്രഡീഷണൽ അസസ്മെൻറ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത് അക്കാദമിക് പെർഫോമൻസിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഇൻക്ലൂസീവ് അസസ്മെൻറ്റ് എന്തുകൊണ്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്? ഇൻഡിവിജ്വൽ എബിലിറ്റീസ്, ലേണിംഗ് പേസ് ആൻഡ് ഓവറോൾ ഡെവലപ്മെൻറ്റ്. സോ ദ മെയിൻ കോൾ എന്ന് പറയുന്നത് എന്താണ്? സപ്പോർട്ട് ലേണിംഗ്, അതിനെ മെഷർ ചെയ്യുക എന്നുള്ളതല്ല. So assessment should help students grow, not just judge their performance. അവരുടെ പെർഫോമൻസ് ജഡ്ജ് ചെയ്യല്ല, അവരെ വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം. സോ ഇൻക്ലൂസീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കുട്ടികൾക്കും, ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട് ടു ഡെമോൺസ്ട്രേറ്റ് ദെയർ നോളജ് ആൻഡ് സ്കിൽസ്. ഇൻക്ലൂസീവ് അസസ്മെൻറ്റിൽ വെറൈറ്റി ഓഫ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സച്ച് ആസ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ഉണ്ട്, ഓൺഗോയിങ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് അസസ്മെൻറ്റ്, ഫൈനൽ ഇവാലുവേഷൻ, അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റ്, പിയർ അസസ്മെൻറ്റ്, സെൽഫ് അസസ്മെൻറ്റ്. സോ ടീച്ചേഴ്സിന് പല ടൂൾസും യൂസ് ചെയ്യാം. ഓറൽ ടെസ്റ്റ്, പ്രൊജക്ട്സ്, അസൈൻമെൻറ്റ്സ് ആൻഡ് പ്രസൻറ്റേഷൻ, പ്രാക്ടിക്കൽ വർക്ക് instead of relying completely on written exams. So ഈ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് എക്സ്ട്രാ ടൈം, സ്ക്രൈബ്സ്, അസിസ്റ്റീവ് ഡിവൈസസ്, മോഡിഫൈഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കൊടുക്കാം. അതുപോലെ തന്നെ കണ്ടിന്യൂസ് അസസ്മെൻറ്റിലൂടെ ടീച്ചേഴ്സിന് കുട്ടികളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടൈംലി ഫീഡ്ബാക്ക് ഫോർ ഇംപ്രൂവ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. ഈ അപ്രോച്ചിലാണ് ഇങ്ങനെ കുറച്ചും കൂടെ എഫക്റ്റീവ് ആൻഡ് പേഴ്സണലൈസ്ഡ് ആക്കുന്നുണ്ട്. സോ ഇഫക്റ്റീവ് ഇൻക്ലൂസീവ് അസസ്മെൻറ്റിന് ഫ്ലെക്സിബിലിറ്റി വേണം, അഡാപ്റ്റേഷൻ വേണം, അതുപോലെ തന്നെ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് സ്റ്റുഡൻറ് ഡൈവേഴ്സിറ്റി വേണം. ടീച്ചേഴ്സ് സേഫ് ആൻഡ് എൻകറേജിങ് എൻവയോൺമെൻറ്റ് കൊടുക്കുക, എല്ലാ കുട്ടികളും കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യണം ഡ്യൂറിങ് ഇവാലുവേഷൻ. പാരൻസ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് കൗൺസിലേഴ്സിൻ്റെ ഇടയിൽ ഒരു കൊളാബറേഷൻ വേണം. ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻസ് IEPs യൂസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? അസസ്മെൻറ്റ് മെത്തേഡ്സ് കുട്ടികളുടെ എബിലിറ്റീസും ഗോൾസ് ഓഫ് ഈച്ച് സ്റ്റുഡൻറ്റുമായിട്ട് മാച്ച് ചെയ്യുന്നില്ലേ? ടെക്നോളജിക്കും ഈ മോഡേൺ അസസ്മെൻറ്റ് പ്രാക്ടീസിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് റോൾ ഉണ്ട്. കുറച്ചും കൂടി വാല്യുവേഷനെ അസസബിൾ ആക്കുന്നുണ്ട്, എൻഗേജിങ് ആക്കുന്നുണ്ട്. സോ ഇൻക്ലൂസീവ് അസസ്മെൻറ്റ് കുറച്ചും കൂടി ഇക്വിറ്റി, പാർട്ടിസിപ്പേഷൻ ആൻഡ് ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ കുട്ടിക്കും ഒരു ഫെയർ ചാൻസ് കിട്ടുന്നുണ്ട് ടു സക്സീഡ് ആൻഡ് ഗ്രോ എന്നുള്ളതും കൂടെ അത് ഉറപ്പാക്കുന്നുണ്ട്. അടുത്തതാണ് പാർട്ട് ഡി, essay ക്വസ്റ്റ്യൻ ആണ്. 17 പറയുന്നത് ഡിസ്കസ് സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റീസ് വിത്ത് സ്പെഷ്യൽ എംഫസിസ് ഓൺ ടൈപ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് അപ്രോച്ചസ് ആൻഡ് ടെക്നിക്സ് ടു ഹെൽപ്പ് ദം. സോ സ്പെഷ്യൽ ലേണിംഗ് ഡിസബിലിറ്റീസ് SLD എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ആണ്. അതൊരു കുട്ടിയുടെ എബിലിറ്റിനെ ബാധിക്കുന്നുണ്ട് ടു അക്വയർ, പ്രോസസ് ഓർ യൂസ് ഇൻഫർമേഷൻ എഫക്റ്റീവ്ലി. ഈ ഇൻഫർമേഷൻ അക്വയർ ചെയ്യുക, അസസ് ചെയ്യുക, അതുപോലെ പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ പർട്ടിക്കുലർലി ബാധിക്കപ്പെടുന്ന ഏരിയകളാണ് റീഡിംഗ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, റീസണിങ് ഓർ മാത്തമാറ്റിക്സ്. ഈ ഡിസബിലിറ്റീസ് ഒക്കെ ചിലപ്പോൾ ന്യൂറോളജിക്കൽ ഇൻ ഒറിജിൻ ആയിരിക്കാം, പക്ഷേ ദേ ആർ നോട്ട് റിലേറ്റഡ് ടു ഇൻ്റലിജൻസ്, ഹിയറിംഗ് ഒരു വിഷൻ പ്രോബ്ലംസ് ഒന്നും ആയിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ SLD ഉള്ള കുട്ടികൾക്ക് ആവറേജോ അല്ലെങ്കിൽ എബവ് ആവറേജ് ഇൻ്റലിജൻസോ ആവാം, പക്ഷേ അക്കാദമിക് സ്കിൽസിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അപ്പോൾ എഡ്യൂക്കേഷണൽ റിസർച്ച് അനുസരിച്ച് ഒരു സിഗ്നിഫിക്കൻറ്റ് പെർസെൻറ്റേജ് ഓഫ് സ്കൂൾ ഗോയിങ് ചിൽഡ്രനും ഏതെങ്കിലും ഒരു ഫോം ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടീച്ചേഴ്സും പാരൻസും അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നേരത്തെ തന്നെ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് ടൈപ്സ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ട്, അത് പല ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ലേണിങ്ങിനെ ആയിരിക്കും ബാധിക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒന്നാണ് ഡിസ്ലെക്സിയ. ഇത് കുട്ടിയുടെ
എന്തിനാണ് ബാധിക്കുന്നത്? കുട്ടി ഈ ഉള്ള കുട്ടിക്ക് റീഡ് ചെയ്യാനോ സ്പെൽ ചെയ്യാനോ ഒരു റിട്ടൺ ലാംഗ്വേജ് മനസ്സിലാക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഡിസ്ലെക്സി ഉള്ള കുട്ടിക്ക് ലെറ്റേഴ്സ് കൺഫ്യൂസ് ആയിരിക്കും, സ്ലോ ആയിട്ട് റീഡ് ചെയ്യും, വേർഡ്സ് റെക്കഗ്നൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. മറ്റൊന്നാണ് ഡിസ്ഗ്രാഫിയ. ഇത് റൈറ്റിംഗ് സ്കില്ലിനെയാണ് ബാധിക്കുന്നത്. ഇപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും, സ്പെല്ലിംഗ് എറേഴ്സ് ഉണ്ടാവും, പിന്നെ ഡിഫിക്കൽറ്റി ഇൻ ഓർഗനൈസിങ് തോട്ട്സ് ഓൺ പേപ്പർ ഉണ്ടാവും. അടുത്തത് ഡിസ്കാൽക്കുലിയ. ഇത് മാത്തമാറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലേണിംഗ് ഡിസബിലിറ്റി ആണ്. ഇവിടെ കുട്ടിക്ക് നമ്പേഴ്സ്, കാൽക്കുലേഷൻ, അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ് ഒക്കെ പ്രശ്നം ഉണ്ടാവും. ഇനി അതർ റിലേറ്റഡ് കണ്ടീഷൻസിൽ വരുന്നതാണ് ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ. ഇവിടെ കുട്ടിക്ക് എന്തിനുള്ള ഡിഫിക്കൽറ്റി ഉണ്ട്? അണ്ടർസ്റ്റാൻഡിങ് സ്പോക്കൺ ലാംഗ്വേജ്, അതുപോലെ തന്നെ വിഷ്വൽ പ്രോസസ്സിംഗ് ഡിസോർഡർ. ഇവിടെ വിഷ്വൽ ഇൻഫർമേഷൻ ഇൻ്റർപ്രറ്റ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ഓരോ ടൈപ്പിനും സ്പെസിഫിക് അറ്റൻഷനും ടീച്ചിങ് സ്ട്രാറ്റജീസും വേണം. അപ്പോൾ ദ ഫീച്ചേഴ്സ് ഓഫ് ചിൽഡ്രൻ വിത്ത് SLD എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി അനുസരിച്ചിട്ടാണ്. പക്ഷേ ചില കോമൺ ഫീച്ചേഴ്സ് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ചിലപ്പോൾ റീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, പുവർ സ്പെല്ലിംഗ്, പ്രോബ്ലം വിത്ത് റൈറ്റിംഗ് ഓർ ഓർഗനൈസിങ് ഐഡിയാസ്, ചിലപ്പോൾ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല, ഷോർട്ട് അറ്റൻഷൻ സ്പാൻ ആയിരിക്കും, ലോ അക്കാഡമിക് പെർഫോമൻസ് ആയിരിക്കും. മാത്തമാറ്റിക്സിലൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബേസിക് കാൽക്കുലേഷനൊക്കെ സോൾവ് ചെയ്യാൻ. ബിഹേവിയറൽ സയൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കാം, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ആങ്സൈറ്റി, ചിലപ്പോൾ അവോയ്ഡ് വരെ ചെയ്യാം, അവോയ്ഡൻസ് ഓഫ് സ്കൂൾ വർക്ക്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് ഈ ഡിഫിക്കൽട്ടീസ് ചിലപ്പോൾ ലേസിനെസ് കൊണ്ടാവില്ല, പക്ഷേ ജെനുവിൻ ആയിട്ടുള്ള ലേണിംഗ് ചലഞ്ചസ് ഉണ്ട്. അവർക്ക് പ്രോപ്പർ സപ്പോർട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പെസിഫിക് ലേണിംഗ് അബിലിറ്റീസ് ഉള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേരിയസ് അപ്രോച്ചസ് ആൻഡ് ടെക്നിക്സ് ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാം. അതിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ. ഇവിടെ ടീച്ചിങ് അഡാപ്റ്റ് ചെയ്യുന്നത് സ്പെസിഫിക് നീഡ്സ് ഓഫ് ദ ചൈൽഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൾട്ടി സെൻസറി ടീച്ചിങ് ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ വിഷ്വൽ, ഓഡിറ്ററി, അതായത് ഏതെങ്കിലും ഒരു സെൻസിനെ അപ്പീൽ ചെയ്യുന്ന രീതിയിലല്ല, വിഷ്വൽ, ഓഡിറ്ററി, കൈനസ്തെറ്റിക് മെത്തേഡ്സ് ഒക്കെ ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ചാർട്ട്സ്, മോഡൽസ്, ഓഡിയോ റെക്കോർഡിങ്സ്, ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ് ഒക്കെ അണ്ടർസ്റ്റാൻഡിങ് ഇംപ്രൂവ് ചെയ്യാം. ടീച്ചേഴ്സിന് സിംപ്ലിഫൈഡ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം, ടാസ്കിനെ ചെറിയ സ്റ്റെപ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് കൊടുക്കുക, എക്സ്ട്രാ ടൈം കൊടുക്കുക ഫോർ കംപ്ലീറ്റിംഗ് അസൈൻമെൻറ്റ്സ് ആൻഡ് എക്സാം. അസിസ്റ്റീവ് ടെക്നോളജി യൂസ് ചെയ്യാം, ടെക്സ്റ്റ് ടു സ്പീച്ച് സോഫ്റ്റ്വെയർ, സ്പെൽ ചെക്കേഴ്സ്, എഡ്യൂക്കേഷൻ ലാബ്സ്, ഇതൊക്കെ ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യാം. അടുത്തൊരു അപ്രോച്ചാണ് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ, IEP. ഇതിലൂടെ കുട്ടിയുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ലേണിംഗ് ഗോൾസൊക്കെ ഔട്ട്ലൈൻ ചെയ്യാം. റെഗുലർ അസസ്മെൻറ്റ് ആൻഡ് ഫീഡ്ബാക്ക് കൊടുക്കുക, പ്രോഗ്രസിനെ ട്രാക്ക് ചെയ്യുക, നെസസറി ചേഞ്ചസ് ടീച്ചിങ് മെത്തേഡ്സിൽ കൊണ്ടുവരാം. ഒരു പോസിറ്റീവ് ആൻഡ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് കൊടുക്കുക, where the child feel encouraged and motivated. Peer support, group learning, parental involvement ഒക്കെ ക്രൂഷ്യലാണ്. ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാം ടു ബൂസ്റ്റ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് റെഡ്യൂസ് ആങ്സൈറ്റി. അപ്പോൾ സ്പെഷ്യൽ ലേണിംഗ് അബിലിറ്റീസ് വളരെ കോമൺ ആണ്, പക്ഷേ മാനേജബിൾ കണ്ടീഷൻ ആണ്. അതൊരു കുട്ടിയുടെ അക്കാദമിക് പെർഫോമൻസിനെ ബാധിക്കാം. സോ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതുപോലെ തന്നെ എഫക്റ്റീവ് ടീച്ചിങ് സ്ട്രാറ്റജി യൂസ് ചെയ്യുകയാണെങ്കിൽ SLD ഉള്ള ഒരു കുട്ടിക്കും സക്സസ് നേടാനായിട്ട് പറ്റും. പിന്നെ എഡ്യൂക്കേഷൻ ആൻഡ് ലൈഫ്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സിസ്റ്റംസ് എന്തിന് ഫോക്കസ് ചെയ്യണം? ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, അപ്രോപ്രിയേറ്റ് സപ്പോർട്ട് കൊടുക്കുക, ഒരു നർച്ചറിങ് എൻവയോൺമെൻറ്റ് കൊടുക്കുക. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇൻ പ്രസന്റ് സിനേറിയോ, ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് ദ ലേണർ ഡൈവേഴ്സിറ്റി ഇൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം. ഹൗ ക്യാൻ വി ഡീൽ വിത്ത് ഡൈവേഴ്സിറ്റി ഇൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം? അതായത് ഇപ്പോഴത്തെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ അവസ്ഥ എന്താണ്? ലേണിംഗ് ഡിസബിലിറ്റി ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ എങ്ങനെയാണുള്ളത്? എങ്ങനെയാണ് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുക? സോ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു മോഡേൺ എഡ്യൂക്കേഷൻ അപ്രോച്ചാണ്. ഇവിടെ എല്ലാ കുട്ടികളും അവരുടെ എബിലിറ്റീസ്, ഡിസബിലിറ്റീസ്, ജെൻഡർ, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ലാംഗ്വേജ്, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഇതൊന്നും നോക്കാതെ they are educated together in the same classroom. So present scenario ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഗ്ലോബൽ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട് വി ഹാവ് ടുവേർഡ്സ് ഇക്വാലിറ്റി, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. സോ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഇന്ന് ലോകത്താകെ മൊത്തം ഈ സെഗ്രിഗേറ്റഡ് സ്കൂളിങ്ങിൽ നിന്നും കുറച്ചും കൂടി ഇൻക്ലൂസീവ് സ്കൂൾസിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇവിടെ എല്ലാ ലേണർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ടു പാർട്ടിസിപ്പേറ്റ് ആൻഡ് സക്സീഡ്. ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ്, പോളിസീസ്, ഇൻ്റർനാഷണൽ ഫ്രെയിംവർക്സ് ഒക്കെ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താണ്? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ആക്സസിബിൾ വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. സോ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്നത് ഫിസിക്കൽ ഇൻക്ലൂഷനിൽ മാത്രമല്ല, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, എൻഗേജ്മെൻറ്റ് ആൻഡ് അച്ചീവ്മെൻറ്റ് ഓഫ് ഓൾ ലേണേഴ്സിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, ഇവിടെ ഡൈവേഴ്സിറ്റി റെസ്പെക്റ്റഡ് ആണ്, എല്ലാ കുട്ടിക്കും എന്തുണ്ട്? ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ഉണ്ട് എന്നുള്ളത്. സോ എഡ്യൂക്കേഷൻ ഫോർ ഓൾ മീൻസ് ഇൻക്ലൂഷൻ ഓഫ് ഓൾ എന്നുള്ളതാണ്. സോ ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ ലേണർ ഡൈവേഴ്സിറ്റി നാച്ചുറൽ ആണ്, എസെൻഷ്യൽ ഫീച്ചർ ആണ്. അതായത് ഇത് റെഫർ ചെയ്യുന്നത് എന്താണ്? പ്രസൻസ് ഓഫ് സ്റ്റുഡൻസ് വിത്ത് ഡിഫറെൻറ്റ് ലേണിംഗ് എബിലിറ്റീസ്, ഇൻ്റലക്ച്വൽ ലെവൽസ്, ഇൻട്രസ്റ്റ്, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ്, ലാംഗ്വേജസ് ആൻഡ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ കണ്ടീഷൻസ്. സോ ചില സ്റ്റുഡൻസ് എന്തായിരിക്കും? ഫാസ്റ്റ് ലേണേഴ്സ് ഓർ ഗിഫ്റ്റഡ് ആയിരിക്കും. ചിലർക്ക് ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടാവാം, ഫിസിക്കൽ ഇമ്പയർമെൻറ്റ്സ് ഓർ ഇമോഷണൽ
ആൻഡ് ബിഹേവിയറൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാം. ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഡിഫറൻസസ് ഇൻ റിലീജിയൻ, ജെൻഡർ ഐഡൻറ്റിറ്റി, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എക്കണോമിക് കണ്ടീഷൻസും ആവാം. പക്ഷേ ഈ ഓരോ ലേണർക്കും യുണീക്ക് എക്സ്പീരിയൻസസ് ആയിരിക്കും, പെർസ്പെക്റ്റീവ്സ് ആൻഡ് സ്ട്രെങ്ത്സ് ആയിരിക്കും. അതാണ് ഒരു ക്ലാസ് റൂം എൻവയോൺമെൻറ്റിനെ കൂടുതൽ എൻറിച്ച് ചെയ്യുന്നത്, കൊളാബറേറ്റീവ് ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഡൈവേഴ്സിറ്റി പക്ഷേ കുറേ ചലഞ്ചസും ഉണ്ട് എസ്പെഷ്യലി ടീച്ചേഴ്സിന്. കാരണം എല്ലാ കുട്ടികളുടെയും നീഡ്സിനെ നമുക്ക് ഒരു ക്ലാസ്സിൽ തന്നെ ഫുൾഫിൽ ചെയ്യണം. ചിലപ്പോൾ ചില സ്റ്റുഡൻസിന് കോൺസെപ്റ്റ്സ് പെട്ടെന്ന് മനസ്സിലാക്കും പറ്റും ത്രൂ വിഷ്വലൈസ്. പക്ഷേ ചിലർക്ക് റിപ്പീറ്റേറ്റീവ് ആയിട്ട് പറയേണ്ടി വരും. ഹാൻഡ്സ് ഓൺ പ്രാക്ടീസ് വേണം, ഇൻഡിവിജ്വൽ ഗൈഡൻസ് വേണം. ഓരോ കുട്ടിയുടെയും ലേണർ ഡൈവേഴ്സിറ്റി എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഒരു എഫക്റ്റീവ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഡൈവേഴ്സിറ്റി ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഒരു ക്ലാസ് റൂം ഫ്ലെക്സിബിൾ, അഡാപ്റ്റീവ് ആൻഡ് സ്റ്റുഡൻറ് സെൻറ്റേർഡ് ടീച്ചിങ് മെത്തേഡ്സ് യൂസ് ചെയ്യണം. അതിലെ ഒരു ഡിഫറൻസ് അപ്രോച്ചാണ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ. ഇവിടെ ടീച്ചേഴ്സ് അവരുടെ കണ്ടന്റ്, ടീച്ചിങ് മെത്തേഡ്സ്, അസസ്മെൻ്റ് ഒക്കെ കുട്ടിയുടെ എബിലിറ്റീസും നീഡ്സും വെച്ച് മോഡിഫൈ ചെയ്യും. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ മോഡ്സ് ഓഫ് ടീച്ചിങ് ഒരു ടീച്ചർക്ക് യൂസ് ചെയ്യാം. വിഷ്വൽ പ്രസൻറ്റേഷൻസ്, ഓഡിയോ എക്സ്പ്ലനേഷൻസ്, ഡെമോൺസ്ട്രേഷൻസ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ്, ഇതൊക്കെ ഡിഫറെൻറ്റ് ലേണിംഗ് സ്റ്റൈൽസിന് ഭാഗമായിട്ടുള്ളത്. ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാം, എക്സ്ട്രാ ടൈം കൊടുക്കാം, ബ്രേക്കിംഗ് ദ ടാസ്ക് ഇൻ ടു സ്മോളർ സ്റ്റെപ്സ്. അപ്പോൾ കുട്ടികൾക്ക് ഈ ലേണിംഗ് ഡിഫിക്കൽറ്റികൾ കുട്ടികൾക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അസിസ്റ്റീവ് ടെക്നോളജി കൊടുക്കാം, സച്ച് ആസ് ഓഡിയോ ബുക്സ്, സ്ക്രീൻ റീഡേഴ്സ്, എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ, ഫാദർ സപ്പോർട്ട്സ് ഒക്കെ ഇൻക്ലൂസീവ് ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജിയാണ് നേരത്തെ പറഞ്ഞ പോയിന്റാണ് യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ്, UDL. ഇത് ലെസൺസ് എങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും അക്സസിബിൾ ആവുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം. ടീച്ചർ ഒരു പോസിറ്റീവ്, സേഫ് ആൻഡ് റെസ്പെക്ട്ഫുൾ ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. അവിടെ എല്ലാ സ്റ്റുഡൻസും വാല്യൂഡ് ആൻഡ് അക്സെപ്റ്റഡ് ആണ്. പിയർ ലേണിംഗ്, ഗ്രൂപ്പ് വർക്ക്, കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് എൻകറേജ് ചെയ്യുക. ലെറ്റ് ദം ഹെൽപ്പ് ഈച്ച് അതർ ആൻഡ് ഡെവലപ്പ് സോഷ്യൽ സ്കിൽസ്. റെഗുലർ അസസ്മെൻറ്റും ഫീഡ്ബാക്കും കൊടുക്കാം. സ്റ്റുഡൻറ്റ് പ്രോഗ്രസിനെ മോണിറ്റർ ചെയ്യുക, ടൈംലി സപ്പോർട്ട് കൊടുക്കുക. ആൻഡ് ദർ ഷുഡ് ബി കൊളാബറേഷൻ ബിറ്റ്വീൻ ടീച്ചേഴ്സ്, പാരൻസ് ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് കൗൺസിലേഴ്സ്. അതും വളരെ എസെൻഷ്യൽ ആണ്. സ്കൂൾസിൽ എന്തായിരിക്കണം, ഒരു ബാരിയർ ഫ്രീ എൻവയോൺമെൻറ്റ് ആയിരിക്കണം. അക്സസിബിൾ ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കണം, ലൈക്ക് റാംസ്, പ്രോപ്പർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആൻഡ് ലേണിംഗ് റിസോഴ്സസ്. ഇമോഷണൽ സപ്പോർട്ടും മോട്ടിവേഷനും കൊടുക്കണം ടു ബൂസ്റ്റ് ദിയർ കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ലേണിംഗ്. ടീച്ചേഴ്സ് ഒരു നോൺ ഡിസ്ക്രിമിനേറ്ററി ആറ്റിറ്റ്യൂഡ് വേണം. അതുപോലെ തന്നെ ടോളറൻസ്, എംപതി ആൻഡ് റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി പോലുള്ള വാല്യൂസിനെ പ്രൊമോട്ട് ചെയ്യണം. ട്രെയിനിങ് പ്രോഗ്രാംസും പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റും ടീച്ചേഴ്സിനും കൊടുക്കണം. ദാറ്റ് ഷുഡ് എൻഹാൻസ് ദർ എബിലിറ്റി ടു മാനേജ് ഡൈവേഴ്സ് ക്ലാസ് റൂംസ് എഫക്റ്റീവ്ലി. സോ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രസൻറ്റ് സെൻറ്ററിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്, വിത്ത് വിച്ച് വി ക്യാൻ ക്രിയേറ്റ് അൻ ഇക്വിറ്റബിൾ ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റി. പക്ഷേ ലേണിംഗ് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ലേണർ ഡൈവേഴ്സിറ്റി മാനേജ് ചെയ്യുക എന്നുള്ളത് അവയർനെസ് വേണം, പ്ലാനിങ് വേണം, ഫ്ലെക്സിബിലിറ്റി വേണം ആൻഡ് കമ്മിറ്റ്മെൻറ്റ് വേണം, ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തു നിന്നും. അപ്പോൾ ഇൻക്ലൂസീവ് പ്രാക്ടീസസും ഇൻഡിവിജ്വൽ ഡിഫറൻസസും ഒക്കെ അഡോപ്റ്റ് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക. അതിലൂടെയാണ് ക്ലാസ് റൂമിന് എങ്ങനെയുള്ളൊരു സ്പേസ് ആകാൻ പറ്റുന്നത്. എല്ലാ കുട്ടികൾക്കും അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ടു ലേൺ, ഗ്രോ ആൻഡ് അച്ചീവ് ദെയർ ഫുൾ പൊട്ടൻഷ്യൽ. So 2023 question paper discussion ends here. Thank you.